صلى الله وسلم على آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل فيه لأحد شيئا. أما بعد. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയെത്ര സന്ദർഭങ്ങളിലാണ് അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സ്മരിക്കാൻ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാർഗം സ്മരിക്കാൻ നമുക്ക് ഈ ദീനിൽ വഴികൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഓരോ ദിവസവും നേരം എടുത്താൽ ചൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ദിക്റിൽ കാണാം: അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വദീനി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وملة أبينا إبراهيم حنيفا مسلما وما كان من المشركين. أصبحنا على فطرة الإسلام. ഇസ്ലാമിൻ്റെ ഫിത്രത്തിൽ, ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിൽ നമുക്ക് നേരം വെളുത്തിരിക്കുന്നു. നമ്മൾ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. കലിമത്തുൽ ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ ഇഖ്ലാസിലായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലായിക്കൊണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിലായിക്കൊണ്ട്, ഹനീഫൻ മുസ്ലിമൻ, ഷിർക്കിൽ നിന്ന് പരിപൂർണമായും അകന്ന മുസ്ലിമായ, മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഒരിക്കലും അഗാധ ജീവിച്ച മുശ്രിക്കുകൾക്കിടയിലായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ടായിരുന്നത്. പക്ഷെ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ റസൂലിനെ, അവൻ്റെ ഖലീലിനെ മാ കാന മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കായിരുന്നില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞത് കാണാം. ഷിർക്കിൽ നിന്നുള്ള പരിപൂർണമായ അകൽച്ചയും തൗഹീദിൽ, ഖലാസിൽ, റബ്ബിനുള്ള തസ്ലീമിൽ ലോകർക്ക് മാതൃകയായി അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചിരിക്കുന്നു. ഹനീഫായ മുസ്ലിമായ മുശ്രിക്കുകളുടെ കൂട്ടത്തിലല്ലാതിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിലായിക്കൊണ്ട്, അത് കൂടുതൽ മുസ്ലിമീങ്ങളുടെ ഓർമ്മയിൽ വരുന്ന ദിനങ്ങളാണ് ഹജ്ജിൻ്റെ ദിനങ്ങൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് പറഞ്ഞു, ഈ ദീൻ ഇസ്ലാം അത് മില്ലത്തെ അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാർഗമാണ്. മുഅ്മിനീങ്ങളുടെ മുഴുവൻ ആദർശ പിതാവാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അബുൽ അംബിയ, നബിമാരുടെ പിതാവാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മകൻ ജനിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഉലിദ ലി ലൈലത ഗുലാം സമ്മൈതുഹു ബിസ്മി അബി ഇബ്രാഹിം. എനിക്ക് ഈ രാത്രി ഒരു കുഞ്ഞു പിറന്നു, ഞാൻ ആ കുഞ്ഞിന് എൻ്റെ പിതാവ് ഇബ്രാഹിമിൻ്റെ പേര് നൽകി അലൈഹിസ്സലാം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിമിൻ്റെ ദുആണ്, പ്രാർത്ഥനയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദുആഇൻ്റെ ഫലമാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നമ്മിലേക്ക് നിയോഗിച്ചത്. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അലൈഹിസ്സലാം ദുആ ചെയ്തിരുന്നു: റബ്ബന വബഅത്ത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞങ്ങളുടെ റബ്ബേ, അവരിൽ ഒരു റസൂലിനെ, നിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്ന, കിതാബും ഹിക്മത്തും അവരെ പഠിപ്പിക്കുന്ന, അവരെ ശുദ്ധീകരിക്കുന്ന ഒരു റസൂലിനെ നീ നിയോഗിക്കണമേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, അസീസായ ഹക്കീമായവനാണ് നീ. നോക്കൂ, നമ്മോട് സലാം പറഞ്ഞയച്ച ഇബ്രാഹിം അലൈഹിസ്സലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: ലഖീതു ഇബ്രാഹിമ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത ഉസ്രിയ ബി ഫഖാൽ
يا محمد أقرئ أمتك مني السلام وأخبرهم أن الجنة طيبة تربة وعذبة الماء وأنها قيعان وأن غراسها سبحان الله والحمد لله ولا إله إلا الله والله أكبر. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിൽ ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. ഇബ്രാഹിം നബി എന്നോട് പറഞ്ഞു, മുഹമ്മദ് ഉമ്മത്തിന് എൻ്റെ സലാം പറയുക. അലൈഹി വഅലാ നബിയിന സ്വലാത്തു വസ്സലാം. അവരറിയിക്കുക, സ്വർഗമെന്നാൽ അത് വിശിഷ്ടമായ മണ്ണാണ്. അവിടെയുള്ള വെള്ളം അതേറ്റവും രുചികരമായ സ്വച്ഛമായ വെള്ളമാണ്. അവിടെയുള്ള ചെടികൾ, മരങ്ങൾ, അത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നീ ദിക്റുകളാണ്. ഇതൊരു മുഅ്മിൻ ദുനിയാവിൽ വെച്ച് ചൊല്ലുമ്പോഴെല്ലാം അള്ളാഹു അവന് വേണ്ടി സ്വർഗത്തിൽ വിശിഷ്ടമായ മരങ്ങൾ മുളപ്പിക്കും. നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ റബ്ബ് വിശേഷിപ്പിച്ചത് ഇബ്രാഹിം അല്ലദീ വഫ. ഇബ്രാഹിം അല്ലദീ വഫ, വഫാ നടത്തിയ ഇബ്രാഹിം, കടമകളെല്ലാം പൂർത്തിയാക്കിയ ഇബ്രാഹിം അലൈഹിസ്സലാം. റബ്ബ് സുബ്ഹാനഹു വതആല കൽപ്പിച്ചതെല്ലാം ഒന്നൊഴിയാതെ അനുസരിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം. റബ്ബ് പറഞ്ഞു, അസ്ലിം, റബ്ബിന് കീഴ്പ്പെടുക, മുസ്ലിമാവുക. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ ലോകരുടെ റബ്ബായ അള്ളാഹുവിന് കീഴ്പ്പെട്ട മുസ്ലിമായിരിക്കുന്നു. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു റബ്ബിൽ ആലമീൻ. റബ്ബ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ റബ്ബ് അസ്ലിം, അള്ളാഹുവിന് കീഴ്പ്പെടുക, യഥാർത്ഥ മുസ്ലിമാവുക എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പറയുകയാണ്, അസ്ലംതു റബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബായ അള്ളാഹുവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു കാര്യം കൽപ്പിച്ചാൽ അതിനോട് ഒരു എതിർപ്പും ഒരു എതിർസ്വരവും ഒരിക്കലും ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഉണ്ടാകുമായിരുന്നില്ല. എത്ര ഉദാഹരണങ്ങളാണ് അതിനുള്ളത്, എത്ര ഉദാഹരണങ്ങളാണ് അതിനുള്ളത്. അള്ളാഹു റബ്ബുൽ ആലമീൻ നോക്കൂ, ചെറിയ പ്രായത്തിൽ തഫ്സീറുകളിൽ കാണുന്നത് പോലെ 20 താഴെ മാത്രം പ്രായമുള്ള ആ സമയത്ത് പിതാവിനോടും ജനങ്ങളോടുമെല്ലാം തൗഹീദ് പറയാനുള്ള റുഷ്ദ്, ആ സന്മാർഗം ഇബ്രാഹിമിന് അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകുകയുണ്ടായി ചെറിയ പ്രായത്തിൽ. എന്നിട്ട് ബിംബാരാധകരായ ഷിർക്കിൽ മുങ്ങിയിരുന്ന പിതാവിനോടും ജനങ്ങളോടും ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദ് പറഞ്ഞു, തെല്ലും ഭയക്കാതെ അള്ളാഹുവിൻ്റെ ബാധ്യത നിറവേറ്റുന്നതിൽ ഒരു തടസ്സവും മുന്നിൽ കാണാതെ ഇബ്രാഹിം അലൈഹിസ്സലാം ജനങ്ങളെ അള്ളാഹുവിലേക്ക്, തൗഹീദിലേക്ക് വിളിക്കുകയുണ്ടായി. ഫമാ ദന്നുക്കും ബിറബ്ബിൽ ആലമീൻ, ഈ ശിർക്കുമായി നിങ്ങൾ ജീവിച്ചു പോയാൽ റബ്ബുൽ ആലമീനെ കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു, എന്ത് വിചാരിക്കുന്നു, അവൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുക. ഇന്നനി ബറാഉൻ മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനി, നിങ്ങൾ ഈ ആരാധിക്കുന്നതിൽ നിന്ന് ഞാൻ ബന്ധമൊഴിവായിരിക്കുന്നു, എന്നെ പടച്ച റബ്ബിൽ നിന്നൊഴികെ. ഇങ്ങനെ പറഞ്ഞു ഇബ്രാഹിം അലൈഹിസ്സലാം. പിതാവ് കല്ലെറിഞ്ഞോടിക്കുമെന്ന് പറഞ്ഞു. നമ്രൂദിൻ്റെ മുന്നിൽ റബ്ബി അല്ലദീ യുഹ്യി വയുമീറ്റ്, എൻ്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞു. തൗഹീദിൻ്റെ പേരിൽ തീയിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം വലിച്ചെറിയപ്പെട്ടു. ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ എന്നതായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രതികരണം. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, അവൻ എത്ര നല്ലവനാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അതുപോലെ മുഅ്മിനീങ്ങളെ ഒന്നാകെ നശിപ്പിക്കാൻ ശത്രുക്കൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും വാക്കും അതുമായിരുന്നു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, അവൻ ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, സാലിഹീങ്ങളായ മക്കളെ എനിക്ക് നൽകണമേ.
സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണമേ. നോക്കൂ, പിതാവും അതുപോലെ നാട്ടുകാരുമെല്ലാം ഉപേക്ഷിച്ചു. അവരെ റബ്ബിനു വേണ്ടി ഉപേക്ഷിക്കേണ്ടി വന്നു. അള്ളാഹുവിന് വേണ്ടി എന്ത് ഒരാൾ ഉപേക്ഷിക്കേണ്ടി വന്നാലും അള്ളാഹു അതിനേക്കാൾ നല്ലത് പകരം നൽകും. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇസ്മായിൽ എന്ന മകനെ നൽകുകയുണ്ടായി അലൈഹിസ്സലാം. മകനെ നൽകിയതിനു ശേഷം മകനെയും ഹാജറിനെയും മക്ക മരുഭൂമിയിൽ ഹാജർ പറഞ്ഞതുപോലെ ഈ ഭൂമി ഇവിടെയില്ല, ലൈസ ഫീഹി ഇൻസുൻ വലാ ഷൈഉൻ, ഇവിടെ ഒരു മനുഷ്യനോ വല്ല വസ്തു ഒന്നുമില്ല. ഈ ഭൂമിയിലാണോ ഞങ്ങൾ വിട്ടേച്ചു പോകുന്നത്? ഞങ്ങളിവിടെ വിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ആ അള്ളാഹു അമറക്ക ബിഹാദ, അള്ളാഹു ആണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചത്? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു അതെ. ഹാജർ പറഞ്ഞു ഇദൻ ലാ യുദയ്യിഉന, എങ്കിൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കി കളയുകയില്ല, ഞങ്ങളുടെ കാര്യം അള്ളാഹു വൃഥാവിലാക്കി കളയുകയില്ല. ഇങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബ് കൽപ്പിച്ചപ്പോൾ അവരെ മക്കയിൽ ആ മരുഭൂമിയിൽ അള്ളാഹു കൽപ്പിച്ചപ്പോൾ ഉപേക്ഷിച്ചു പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് മാറി നിന്ന് ദുആ ചെയ്തു. റബ്ബി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم. ربي ഞങ്ങളുടെ റബ്ബേ, എൻ്റെ സന്താനത്തെ ഞാനിതാ നിൻ്റെ ബൈത്തിനരികിൽ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. അവർ നിസ്കാരം നിലനിർത്താൻ നീ ജനങ്ങളുടെ ഹൃദയം അവരിലേക്ക് സ്നേഹമുള്ളതാക്കി അവരിലേക്ക് തിരിക്കണമേ. അവർക്ക് നീ റിസ്ക് നൽകണമേ പഴങ്ങളിൽ നിന്ന്, അവർ നന്ദി കാണിക്കാൻ. മക്കയിൽ ഒന്നുമില്ലാതിരുന്ന മക്കയിൽ ഇന്ന് കിട്ടാത്ത പഴവർഗ്ഗങ്ങളില്ല. ലോകത്ത് മറ്റേത് ഭൂമിയിലും മാംസവും പച്ചവെള്ളവും മാത്രം ആരെങ്കിലും കഴിച്ചാൽ അവർക്ക് വയറ്റിൽ പ്രശ്നങ്ങളുണ്ടാകും എന്നാണ്. വെറും മാംസവും പച്ചവെള്ളവും. എന്നാൽ മക്കയിൽ മാത്രം അത് ശരീരത്തിന് പ്രയാസമുണ്ടാക്കുകയില്ല. സംസം കുടിക്കുകയാണ്, മാംസം മാത്രം ഭക്ഷിക്കുകയാണ്, ശരീരത്തിന് അതുകൊണ്ട് തകരാറുണ്ടാവുകയില്ല മക്കയിൽ. ബാക്കി എവിടെയും അങ്ങനെ മാത്രം കഴിച്ച് ജീവിച്ചാൽ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ നോക്കൂ, റബ്ബിൻ്റെ കൽപ്പന അതുപോലെ നിറവേറ്റുന്നു. അതിനുശേഷം ഈ സന്താനം ഫലമ്മ ബലഗ മഅഹു സഈ, ഒരു പിതാവിന് മക്കളോട് ഏറ്റവും സ്നേഹം തോന്നുന്ന പ്രായമാണത്രേ അത്. ആ പ്രായമെത്തി ഇസ്മായിൽ അലൈഹിസ്സലാമിന്. എന്ന് പറഞ്ഞാൽ ഉപകാരങ്ങൾ പലതും ഉണ്ടാകും, പക്ഷേ വെറുപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. അങ്ങനെയുള്ള ഒരു പ്രായം. ആ പ്രായമെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നം കാണിക്കുകയാണ്. റുഇയൽ അംബിയാഇ ഹഖ്ഖുൻ, നബിമാരുടെ സ്വപ്നം എന്നത് അത് ഹക്കാണ്, അത് അള്ളാഹുവിൻ്റെ വഹയാണ്. അറുക്കണമെന്ന് മകനോട് പറയുന്നു. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ, മോനെ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നം കാണുകയാണ്, എന്താണ് നിനക്ക് പറയാനുള്ളത്? ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഓൻ്റെ ഉപ്പ, അള്ളാഹു എന്താണോ കൽപ്പിച്ചത് ചെയ്യുക, ക്ഷമാശീലരുടെ കൂട്ടത്തിൽ എന്നെ കാണാം. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ആ രംഗം. നമുക്കൊക്കെ മക്കളുണ്ട്, എത്ര പ്രിയപ്പെട്ടവരാണ് നമുക്ക് നമ്മുടെ മക്കൾ. ഒരാൾ ചിലപ്പോൾ തൻ്റെ ജീവൻ കൊടുത്തും അവൻ്റെ മക്കളെ സംരക്ഷിച്ചേക്കും. നീ എന്നെ പറഞ്ഞോളൂ, എൻ്റെ മക്കളെ പറയരുത്. അവരെക്കുറിച്ച് ആരെങ്കിലും പറയുന്ന ഒരു മോശമായ വാക്ക് പോലും നമ്മുടെ മനസ്സിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കും. അങ്ങനെയുള്ളവരാണ് നമ്മുടെ മക്കൾ. അതും ആ പ്രായം അല്ലാഹു റബ്ബുൽ ആലമീൻ കൽപ്പന നൽകുകയാണ് അറുക്കാൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഒരിക്കലും അറിയില്ല അറുക്കാൻ കൊണ്ടുപോയാൽ അള്ളാഹു ഈ കൽപ്പന ദുർബലപ്പെടുത്തുമെന്ന്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് അറിയില്ല. നാളെ നടക്കുന്ന കാര്യം ഇബ്രാഹിം അലൈഹിസ്സലാമിനോ അള്ളാഹുവിൻ്റെ നബിമാർക്കോ അറിയുകയില്ല. അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ നബിമാർക്ക് ഗൈബ് അറിയുകയില്ല. കൊണ്ടുപോവുകയാണ്. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, തല താഴ്ത്തി കിടത്തുകയാണ്.
മുഖത്തോട് മുഖം കാണാതിരിക്കാൻ, കണ്ണുകൾ തമ്മിൽ ഉടക്കാതിരിക്കാൻ തലതാഴ്ത്തി കിടത്തുകയാണ്, തല കമിഴ്ത്തി കിടത്തുകയാണ്, അറുക്കാനൊരുങ്ങുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ അതാ ഒരാടിനെ നൽകുന്നു. അള്ളാഹു അതേക്കുറിച്ച് പറഞ്ഞു, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, വ്യക്തമായ പരീക്ഷണം തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ പരീക്ഷണങ്ങളുടെ തീച്ചൂള കയറി വന്ന ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹു റബ്ബുൽ ആലമീൻ ദുനിയാവിൽ ഔന്നത്യം നൽകി. പരലോകത്താകട്ടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ഇബ്രാഹിം അലൈഹിസ്സലാമിനുണ്ട്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹു ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. റബ്ബ് അവൻ്റെ അടിമകളിൽ നല്ലവരായ ആളുകൾ, അവനെ സൂക്ഷിക്കുന്നവരെ, ശുദ്ധി പാലിക്കുന്നവരെ, തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു സ്നേഹിക്കും. അള്ളാഹുവിൻ്റെ സിഫത്തുകളിലൊന്നാണ്, അവൻ്റെ വിശേഷണങ്ങളിലൊന്നാണ് അവൻ അടിമകളെ സ്നേഹിക്കുമെന്ന്. അതുപോലെ അടിമകൾക്ക് അവനെ സ്നേഹിക്കാനാകുമെന്നത് അത് റബ്ബിൻ്റെ വിശേഷണമാണ്. അവൻ വദൂദാണ്. അവൻ്റെ പടപ്പുകളെ, അവൻ മുഅ്മിനീങ്ങളെ, നല്ലവരായ ആളുകളെ സ്നേഹിക്കുന്നവനാണ്. എന്നാൽ ആ സ്നേഹം ഏറ്റവും അധികം, അവൻ്റെ ആ സ്നേഹം എല്ലാ പടപ്പുകളോടും ഒരുപോലെ ആവുകയില്ല. അവനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അവൻ്റെ സൃഷ്ടികളിൽ രണ്ടുപേരെയാണ്. ഒന്ന് നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, രണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ. രണ്ടുപേരും അള്ളാഹുവിൻ്റെ ഖലീലുകളാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഇത്തഖദനി ഖലീലൻ കമ ഇത്തഖദ ഇബ്രാഹിമ ഖലീല. അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഖലീലായി തിരഞ്ഞെടുത്തതുപോലെ എന്നെയും അവൻ്റെ ഖലീലായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഗായത്തുൽ മഹബ്ബ എന്ന് ഖുല്ലത്തിന് പണ്ഡിതന്മാർ വിശദീകരണം പറഞ്ഞത് കാണാം. അങ്ങേയറ്റത്തെ സ്നേഹം. അള്ളാഹു സ്നേഹിച്ച രണ്ടുപേർ, രണ്ട് ഖലീലുകൾ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമും. പ്രിയ സഹോദരങ്ങളെ, ആ ജീവിതത്തിൽ നമുക്ക് ഒട്ടനേകം പാഠങ്ങളുണ്ട്, ഒരുപാട് പാഠങ്ങൾ. അതെല്ലാം പറയുക, അതിന് ഒരുപാട് മജ്ലിസുകൾ വേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പ്രിയ സഹോദരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തത് യാതൊരു സംശയവുമില്ല, തൗഹീദാണ്. തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. തൗഹീദ് ശരിക്ക് പഠിക്കുക. തൗഹീദിലായി ജീവിച്ചു മരിക്കാൻ അള്ളാഹുവിനോട് എന്നും ദുആ ചെയ്യുക. ശിർക്കിൻ്റെ ചെറുതും വലുതും, ഗോപ്യവും പ്രകടവും പൗരാണികവും പുതിയതുമായ എല്ലാ മുഖങ്ങളെയും നമ്മൾ സൂക്ഷിക്കുകയും പഠിക്കുകയും അതിൽ നിന്ന് അങ്ങേയറ്റം ദൂരം വിട്ടു നിൽക്കുകയും ചെയ്യുക. ശിർക്കിൻ്റെ പല രൂപങ്ങൾ കാലം മാറുമ്പോൾ പുതുതായി വരും. പുതിയ രൂപങ്ങൾ, പുതിയ ശിർക്കിൻ്റെ പലവിധ രൂപങ്ങൾ വന്നു ചേരും. ആധുനിക രൂപത്തിൽ പല സിദ്ധാന്തങ്ങളുടെ രൂപത്തിൽ, പല കോപ്രായങ്ങളുടെ രൂപത്തിൽ, എന്തൊക്കെയോ പല രൂപങ്ങളിൽ ശിർക്ക് ആളുകൾക്കിടയിലേക്ക് കടന്നു വരും. വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തസ്ലീമിൻ്റെ ആളുകളാവുക. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചു എന്ന് കേട്ടാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചു എന്ന് കേട്ടാൽ അതിനോടൊരിക്കലും ഒരു എതിർപ്പിൻ്റെ മനോഭാവം ഉണ്ടാകാതെ അത് സ്വീകരിക്കുന്ന മനോഭാവം ഉള്ളവരാവുക നമ്മൾ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നിന്റെ റബ്ബ് തന്നെ സത്യം, അവർ മുഅ്മിനുകളാവുകയില്ല. ഓ നബി, അങ്ങേ അവർ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യത്തിൽ വിധി കർത്താവാക്കുകയും അങ്ങയുടെ വിധിയിൽ പരിപൂർണ്ണ തൃപ്തിയോടെ അവരത് സ്വീകരിക്കുകയും ചെയ്യാത്തിടത്തോളം അവർ മുഅ്മിനുകളാവുകയില്ല. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹുവിലേക്കും റസൂലിലേക്കും അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ മുഅ്മിനീങ്ങൾ വിളിക്കപ്പെട്ടാൽ അവരുടെ വാക്ക് എന്തുമാത്രമായിരിക്കും? സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്ന് മാത്രമായിരിക്കും. അവരാണ് വിജയികൾ. അതുകൊണ്ട് ദീനിൻ്റെ കൽപ്പനകൾ സഹോദരങ്ങളെ അള്ളാഹു പറഞ്ഞോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ എന്നത് മാത്രമായിരിക്കും നമ്മുടെ വിഷയം. പറഞ്ഞാൽ അതിനു മുന്നിലുള്ള നമ്മുടെ സമീപനം, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, കഴിഞ്ഞു പോയതാകട്ടെ, വരാനിരിക്കുന്നതാകട്ടെ, നമ്മൾ കാണുന്നതാകട്ടെ, കാണാത്തതാകട്ടെ, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. അതിലപ്പുറം നമുക്കൊരു വാക്കില്ല. കൽപ്പനയാണോ, ഞാനത് കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ശരിയാണ്, പൈശാചിക പ്രേരണ കൊണ്ട്, ദുനിയാവിൻ്റെ പിടിച്ചുവലിക്കൽ കൊണ്ട് ചിലപ്പോൾ നമുക്ക് അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം.
തിന്മകൾ സംഭവിച്ചേക്കാം. പക്ഷെ തിന്മകൾ സംഭവിച്ചാൽ നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മുടെ പിതാവിനെയാണ്, ആദം അലൈഹിസ്സലാമിനെ. തെറ്റുപറ്റിപ്പോയി എന്ന് അംഗീകരിക്കുകയും തൗബ ചെയ്യുകയും ചെയ്യുന്ന സമീപനമാണ് ആദം അലൈഹിസ്സലാം സ്വീകരിച്ചത്. ആരെ മാതൃകയാക്കരുത്? ഇബ്ലീസിനെ മാതൃകയാക്കരുത്. അവൻ തിന്മ ചെയ്തപ്പോൾ എന്തു ചെയ്തു? അവനതിൽ ഉറച്ചു നിന്നു. അവനതിന് റബ്ബിനെ പഴി പറഞ്ഞു. ഫബിമ അഗ്വൈതനി, നീ എന്നെ വഴിപഴപ്പിച്ചത് കൊണ്ടാണ് എന്നവൻ പറഞ്ഞു. അവൻ അഹങ്കരിച്ചു. അബ വസ്തക്ബറ, അവൻ വിസമ്മതിച്ചു, കിബിർ നടിച്ചു. അവൻ നിഷേധികളുടെ, നന്ദി കെട്ടവരുടെ കൂട്ടത്തിലായി. അങ്ങനെ ആകരുത്. മറിച്ച് നമ്മുടെ ഉമ്മയും ഉപ്പയും എന്താണ് പറഞ്ഞത്? റബ്ബന ളലംന അൻഫുസന, ഞങ്ങളുടെ റബ്ബെ, ഞങ്ങളോട് തന്നെ അതിക്രമം ചെയ്തു പോയിരിക്കുന്നു. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ, നീ പുറത്തു തന്നില്ല എങ്കിൽ, നീ കരുണ ചൊരിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലായി പോകും. ഇതായിരിക്കണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിച്ചു പോയാൽ, കൽപ്പനകൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിപ്പോയാൽ, വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ഇതായിരിക്കണം നിലപാട്. അതല്ലാതെ അഹങ്കരിക്കരുത്, തെറ്റിനെ ന്യായീകരിക്കരുത്. അതും തെറ്റ്. അള്ളാഹു ഹറാമാക്കിയത് ഹറാമല്ല എന്ന് പറയരുത്. അള്ളാഹു നിർബന്ധമാക്കിയത് അതൊന്നും വേണ്ടതില്ല എന്ന് പറയരുത്. നശിച്ചു പോകും, നശിച്ചു പോകും, നമ്മുടെ ഈമാനില്ലാതായി പോകും. ശ്രദ്ധിക്കുക. തസ്ലീം, അത് സഹോദരങ്ങളെ കീഴൊതുങ്ങുക. അതുപോലെ ശരിയായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. ഹനീഫ് എന്ന്, മുസ്ലിം എന്ന് മുശ്രിക്കുകളുടെ കൂട്ടത്തിലല്ല എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ റബ്ബ് സുബ്ഹാനഹു വതആല വിശദീകരിച്ച് അള്ളാഹു വിശേഷിപ്പിച്ചതുപോലെ ശരിയായ മാർഗത്തിൽ പ്രിയ സഹോദരങ്ങളെ ഉറച്ചു നിൽക്കുക. തൗഹീദിൻ്റെ വഴിയാണത്, സുന്നത്തിൻ്റെ വഴിയാണത്, ഷിർക്കിൻ്റെ വഴിയല്ല. അത് ബിദ്അത്തുകളുടെ വഴിയല്ല. നോക്കൂ, അവസാന കാലം ഒരുപാട് 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 ഭിന്നിപ്പിൻ്റെ വഴികൾ, വഴികേടിൻ്റെ ആളുകൾ പ്രത്യക്ഷപ്പെടും, യാതൊരു സംശയവുമില്ല. അള്ളാഹു പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. പറയുക, ഇതാണ് എൻ്റെ മാർഗം, നേരായ മാർഗം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീം, ഇതാണ് നേരായ എൻ്റെ മാർഗം. ഫത്തബിഊഹു, അതുകൊണ്ട് അത് നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ സുബുൽ, അതല്ലാത്ത മറ്റുള്ള വഴികളെ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അത് അള്ളാഹുവിൻ്റെ ഈ നേരായ പാതയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് ഭിന്നിപ്പിച്ചു കൊണ്ടുപോകും. ദാലികും വസ്സാകും ബിഹി, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വസിയ്യത്താണത്, ശക്തമായ കൽപ്പനയാണ്. വസിയ്യത്ത് കേവല ഉപദേശമല്ല, അത് ഗൗരവത്തിലുള്ള, എന്നും മുറുകെ പിടിക്കേണ്ട താക്കീതാണ്, ഉപദേശമാണ് വസിയ്യത്ത്. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ തടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ട് അവനെ സൂക്ഷിച്ച് ജീവിക്കാൻ അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച് സഹാബത്തിനെ പഠിപ്പിച്ചില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണിൽ സുദീർഘമായ ഒരു നേർരേഖ വരക്കുകയാണ്. അതിൻ്റെ രണ്ടു ഭാഗത്തും ചെറു ചെറിയ വരകൾ വരക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് എൻ്റെ ശരിയായ മാർഗം, ഈ വഴിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അത് അഹ്ലുസുന്നത്തിൻ്റെ വഴിയാണ്. ബിദ്അത്തിൻ്റെ വഴികൾ പ്രിയ സഹോദരങ്ങളെ ഒരിക്കലും അകപ്പെട്ടു പോകരുത്. ഈ കാലഘട്ടത്തിൽ ഒരാൾ ഇസ്ലാമിലും അഹ്ലുസുന്നത്തിൻ്റെ വഴിയിലുമായി മരിച്ചു പോവുക എന്നതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റൊന്നുമില്ല. ഏത് കാലത്തും അങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇക്കാലത്ത്. അത് വളരെ അസീസായ, എല്ലാവർക്കും ലഭിക്കാത്ത കാര്യമാണ്. വളരെ സൂക്ഷിക്കണം. നമ്മുടെ ഈമാൻ, നമ്മുടെ ഈ ദീൻ, ശരിയായ വഴി, അതിലുറച്ചു നിൽക്കാൻ വളരെ പരിശ്രമിക്കുക. തെറ്റായ പിഴച്ച ചിന്താഗതികൾക്കും വാദഗതികൾക്കും, അത് പറയുന്നവർക്കും എഴുതുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കും നമ്മുടെ കണ്ണും കാതും കൽബും ഒരിക്കലും കൊടുക്കാതിരിക്കുക. നമ്മുടെ ഈ മൻഹജ്, ഈ വഴി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെയും വഴി നമ്മുടെ ജീവനേക്കാൾ നമുക്ക് വിലപ്പെട്ടതാണ്, നമ്മുടെ സമ്പത്തിനേക്കാൾ നമുക്ക് വലുതാണ്. അത് പോയാൽ വലിയ നഷ്ടമാണ്. അതുകൊണ്ട് സന്മാർഗം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഖുർആനും സുന്നത്തും സഹാബത്തിൻ്റെ വഴിയും എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക? അത് ആരാണ് പറയുന്നത്? അറിവിൻ്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായി, തെറ്റായ താല്പര്യങ്ങളില്ലാതെ പഠിപ്പിക്കുന്നവരാരാണ്? അത് കണ്ടെത്തുകയും ആ ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് മാത്രം ദീൻ പഠിക്കുകയും ചെയ്യുക. എങ്കിലേ നമ്മൾ രക്ഷപ്പെടുക. അള്ളാഹുവിനോട് എന്നും എന്നും ദുആ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളെ ഹക്കിൽ മരണം വരെ ഉറപ്പിച്ചു നിർത്തുകയും ശരിയായ ദീനിലായി റബ്ബ് അവൻ്റെ മഹത്തരമായ ഫദ്ല് കൊണ്ട് എന്നെയും നിങ്ങളെയും
മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങൾ, അതുപോലെ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ ആളുകളുമായുള്ള ഇടപാടുകൾ അത് നന്നാക്കി തീർക്കുക. റബ്ബിനോടുള്ള ഇടപാടും പടപ്പുകളോടുള്ള ഇടപാടുമാണ് ദീൻ. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, അതുപോലെ നമുക്ക് ചുറ്റുമുള്ളവരോടുള്ള ബാധ്യതകൾ, ഇത് രണ്ടും നന്നാക്കുമ്പോഴാണ് നമ്മുടെ ദീൻ പൂർത്തിയാക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് മാതൃകയില്ലേ? നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാം അതിഥികൾ വന്നപ്പോൾ എത്ര മനോഹരമായിട്ടാണ് അവരെ സ്വീകരിച്ചത്. അതിഥികളെ എത്ര മനോഹരമായിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം സ്വീകരിച്ചത്. ഇബ്രാഹിം അലൈഹിസ്സലാമിൽ അള്ളാഹു ഒരു ഉമ്മത്ത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഒരു ഉമ്മത്താണ്, ഒരു വ്യക്തി, പക്ഷേ ഒരു ഉമ്മത്തിൻ്റെ ഫലം ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ടാക്കും. അങ്ങനെയാണ് സഹോദരങ്ങളെ, 1000 ആളുകളിൽ ഒരാളുണ്ടാകും, പക്ഷെ 1000 ആളുകളുടെ നന്മയും ഉപകാരവും ഒരു മനുഷ്യനെ കൊണ്ട് ഉണ്ടാകും. നന്മയുടെ താക്കോലുകൾ, തിന്മകൾ അടച്ചുപൂട്ടുന്ന താഴുകൾ, നേരെ തിരിച്ച് നന്മകൾ അടച്ചുപൂട്ടുന്ന താഴുകളും തിന്മകൾ തുറക്കുന്ന താക്കോലുകൾ, ഈ 2 കൂട്ടരാണ് മനുഷ്യർ. ഇതിൽ ആദ്യം പറഞ്ഞ കൂട്ടരിൽ നമ്മൾ ഉൾപ്പെടുക, നന്മകളുടെ താക്കോലുകളാവുക, ആളുകളോട് നല്ല നിലക്ക് പെരുമാറുക, അവരുടെ രക്തവും അഭിമാനവും സമ്പത്തും ഏറ്റവും വലുതാണെന്ന് മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലുള്ള നാളുകളിൽ, യൗമുൻ നഹറിൽ, അതുപോലെ യൗമ അറഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗത്തെക്കുറിച്ച് വന്ന ഹദീസുകളിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് അവരുടെ രക്തം, അഭിമാനം, സമ്പത്ത്, ഇതിൻ്റെ ഗൗരവം പഠിപ്പിച്ചത്. ആളുകളുടെ രക്തം ചിന്തുക എത്ര ഗൗരവപ്പെട്ട കാര്യമാണ്. ഇന്ന് ജനങ്ങൾക്ക് എത്രയോ നിസാരമായി മാറിയിരിക്കുന്നത്. ചോര ചിന്തുക എന്നത് എത്രയോ നിസാരമായ ആളുകൾക്ക് മാറിയിരിക്കുക. അതിൻ്റെ ഗൗരവം എത്രയാണ്. സുബ്ഹാനല്ലാഹ്, നാളെ പരലോകത്ത് കൊല്ലപ്പെട്ടവൻ തൻ്റെ ശിരസും പിടിച്ച് കൊന്നവൻ്റെ കയ്യും പിടിച്ച് റബ്ബിൻ്റെ മുന്നിലേക്ക് വരുമെന്നാണ്. അള്ളാഹുവെ, റബ്ബെ, ചോദിക്കുവനോട് എന്തിനാണ് ഇവൻ എന്നെ കൊന്നു കളഞ്ഞത്? സുബ്ഹാനല്ലാഹ്, ഒരാൾ ഒരു പവിത്രമായ രക്തം ചിന്താത്തിടത്തോളം ഈ ദീനിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവൻ ദീനിൽ ഫുസ്ഹത്തിലായിരിക്കും, അവൻ്റെ ദീൻ വിശാലമായിരിക്കും, അവൻ്റെ വഴി കുടുങ്ങിപ്പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. രക്തം ചിന്തരുത്, രക്തം ചിന്താതിരിക്കാൻ എന്തു വേണം? അതിലേക്ക് നയിക്കുന്ന മാർഗങ്ങളെ സൂക്ഷിക്കണം. വിദ്വേഷമുണ്ടാക്കുന്ന കാര്യങ്ങളെ പ്രിയ സഹോദരങ്ങൾ വളരെ സൂക്ഷിക്കണം. ഈ ദീൻ എത്ര ഗൗരവത്തിലാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത്. 3 പേരിയ്ക്കുമ്പോൾ 2 പേർ മാത്രമാണുള്ളത്. 2 പേർ സ്വകാര്യം പറയരുത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അയാൾക്ക് മൂന്നാമനത് പ്രയാസമുണ്ടാക്കും. അത്ര പോലും വിദ്വേഷത്തിൻ്റെ വഴികൾ അടച്ചിരിക്കുന്നു. എൻ്റെ സഹോദരൻ കച്ചവടം നടത്തിയതിൻ്റെ മുകളിൽ പോയി നീ കച്ചവടം നടത്തരുത്, അവൻ വിവാഹം ആലോചിച്ചതിൻ്റെ മുകളിൽ പോയി നീ വിവാഹം ആലോചിക്കരുത്. അതൊരു തീരുമാനമാകുന്നത് വരെ. എന്തുകൊണ്ടാണത്? വിദ്വേഷത്തിലേക്ക് അത് നയിക്കും. സ്നേഹമുണ്ടാക്കുന്ന കാര്യങ്ങൾ എത്രയാണ് ഈ ദീൻ പ്രോത്സാഹിപ്പിച്ചത്. എൻ്റെ സഹോദരനെ കണ്ടാൽ പ്രസന്നമായ മുഖത്തോടെ അവനെ അഭിമുഖീകരിക്കുക, സലാം പറയുക, അവന് കൈ കൊടുക്കുക, നിൻ്റെ കൈയും അവൻ്റെ കൈയും തമ്മിൽ സ്പർശിക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവനോട് നസീഹത്ത് പുലർത്തുക. ഇത്രയാണ് ഈ ദീൻ അതിന് പ്രാധാന്യം നൽകിയത്. അതുപോലെ സമ്പത്തിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. ഹറാമായ സമ്പാദ്യം അത് നമ്മുടെ ദീനിനെ വരെ തകർത്ത് കളയും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതായിത്തീരും. വളരെ സാമ്പത്തികമായ സൂക്ഷ്മത പ്രിയ സഹോദരങ്ങളെ വളരെ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വ ഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ സമുദായങ്ങൾക്കും ഒരു പരീക്ഷണമുണ്ട്, ഫിത്നയുണ്ട്. എൻ്റെ ഉമ്മത്തിൻ്റെ പരീക്ഷണം അത് സമ്പത്താണ്. വളരെ ശ്രദ്ധിക്കുക അക്കാര്യം. ഒരാളുടെ അന്യായമായ പണമോ ഭൂമിയോ എന്തെങ്കിലുമോ നമ്മുടെ കയ്യിൽ വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. ആളുകൾക്ക് കൊടുക്കാനുള്ള ഹുഖൂഖ് അത് കൊടുക്കുക. പിന്നെ ആളുകളുടെ അഭിമാനം, ഈ രണ്ടിൻ്റെയും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞതാണ് ഈ 3 കാര്യങ്ങൾ. നോക്കൂ നിങ്ങൾ, കഅബ എത്ര പവിത്രമാണത്. കഅബ ഒരാൾ തല്ലി തകർക്കുന്നതിനെക്കുറിച്ച്, കഅബ ഒരാൾ അപമാനിക്കുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഗൗരവമാണ്. അതുപോലെയാണ് ഒരു മുസ്ലിമിൻ്റെ രക്തവും അവൻ്റെ അഭിമാനവും അവൻ്റെ സമ്പത്തും. വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതാണ്. വിശാലമായ കാര്യമല്ല. നമ്മുടെ സഹോദരൻ്റെ അഭിമാനം ചിന്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് ആളുകൾക്ക് തീരെ ജനങ്ങളുടെ അഭിമാനത്തെക്കുറിച്ച് യാതൊരു വിലയുമില്ല.
നിൻ്റെ വാക്കുകൾ ഒരുവൻ്റെ അഭിമാനത്തെ മുറിവേൽപ്പിക്കുന്നതിനെ നീ വളരെ വളരെ സൂക്ഷിക്കുക. അത് വളരെ സൂക്ഷിക്കുക. ആളുകളുടെ രക്തവും അഭിമാനവും അവരുടെ സമ്പത്തും അന്യായമായി ഇതിൽ കൈകടത്തലുകൾ നടത്തുന്നത് ശ്രദ്ധിച്ചില്ല എങ്കിൽ പരലോകത്തെ ആളുകൾ വൻ നഷ്ടത്തിലകപ്പെട്ടു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് 2 സ്ത്രീകളെക്കുറിച്ച് ചോദിച്ചു. ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു, അവൾ രാത്രി നിസ്കരിക്കുന്ന സുന്നത്ത് നോമ്പുകൾ എടുക്കുന്ന സ്ത്രീയാണ്. പക്ഷേ തുഅ്ദി ജീറാനഹ ബിലിസാനിഹ, തൻ്റെ അയൽവാസികളെ നാവ് കൊണ്ട് ദ്രോഹിക്കുന്ന പെണ്ണാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫീഹ ഇന്നഹ ഫിന്നാർ, അവളിൽ നന്മയില്ല, അവൾ നരകത്തിലാണ്. വേറൊരു സ്ത്രീയെക്കുറിച്ച് ചോദിച്ചു. അവൾ നിർബന്ധമായി നിസ്കരിക്കുന്ന, ആർക്കും വിലയില്ലാത്ത എന്തൊക്കെയോ ദാനം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ അവൾ ആരെയും ഉപദ്രവിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്. കാരണം പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവുമായുള്ള നമ്മുടെ ബാധ്യതകൾ, അതിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ അവനെ മാത്രം ആരാധിക്കുക എന്നതല്ലാത്ത മറ്റുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ അള്ളാഹു അത് വിട്ടു തന്നേക്കും. എന്നാൽ ആളുകളുമായുള്ള ഇടപാടാണോ, അത് റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടു തരികയില്ല. അവരുമായി അത് തീർക്കേണ്ടി വരും. നാളെ പരലോകത്ത് നന്മ തിന്മകൾ വെച്ചു മാറിയിട്ടാണ് ആളുകൾ ഇതുപോലുള്ള ഹുഖൂഖുകൾ തീർക്കുക. പർവ്വത സമാനമായ നന്മകൾ നമ്മൾ അതിക്രമിച്ച ആളുകൾക്ക് വെച്ചു കൊടുക്കേണ്ടി വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ വന്നതുപോലെ, ഇയാൾ ഇന്നവൻ അടിച്ചിരിക്കുന്നു, ഇന്നവൻ്റെ രക്തം ചിന്തിയിരിക്കുന്നു, ഇന്നവനെ ചീത്ത വിളിച്ചിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് ചുറ്റുമാളുകൾ വരിക, അവർക്ക് നന്മകൾ എടുത്തു കൊടുക്കേണ്ടി വരിക. അതൊക്കെ തീർന്നുപോയി. പിന്നെ ഉപദ്രവിക്കപ്പെട്ടവരുടെ തിന്മകൾ ഈ ചെയ്തവൻ്റെ മേൽ ചാർത്തപ്പെടും. സുമ്മ തുരിഹ ഫിന്നാർ, അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതൊരു ദൗർഭാഗ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. പ്രവർത്തനങ്ങൾ നാളെ പരലോകത്ത് ഈ രൂപത്തിൽ ആളുകൾക്ക് കൊടുത്ത് തീർന്നു പോവുക. ഈ കാര്യങ്ങൾ സഹോദരങ്ങളെ, രക്തം, സമ്പത്ത്, അഭിമാനം, ഇത് പുറത്തുള്ള ആളുകളുടേത് മാത്രമല്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കാര്യത്തിലും ഇത് ബാധകമാണ്. നമ്മുടെ ഭാര്യമാർ, മക്കൾ, അവർക്ക് അഭിമാനമുണ്ട്, രക്തവും സമ്പത്തുമുണ്ട്. ശ്രദ്ധിക്കണം. അവരുടെ അഭിമാനം, അവരോട് അതിക്രമമായാലും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരോട് അവരുടെ ഭാര്യമാർ അനുസരണക്കേട് കാണിച്ചാൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഫഅദൂഹുന്ന, അവരെ ഉപദേശിക്കുക, നല്ല നിലക്ക് ഉപദേശിക്കുക. വഹ്ജുറൂഹുന്ന ഫിൽ മദാജി, അതുകൊണ്ട് ശരിയാകുന്നില്ലെങ്കിൽ വിരിപ്പിൽ അവരുമായി വിട്ടു നിൽക്കുക. വദ്രിബൂഹുൻ, അതിലും ശരിയാകുന്നില്ല എങ്കിൽ അടിച്ചുകൊണ്ട്, അങ്ങനെയുള്ള ശിക്ഷണ നടപടി സ്വീകരിച്ചുകൊണ്ട് ശരിയാക്കാൻ ശ്രമിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് അവിടുത്തെ ഭാര്യമാരിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ ഒരാളെ തന്നെ, നബിയുടെ സേവകന്മാരെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അടിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം. നബി ഏതെങ്കിലും അവിടുത്തെ ഭാര്യമാരെയോ സ്ത്രീകളെയോ അല്ലെങ്കിൽ നബിയുടെ സേവകരെയോ ഒരാളെയും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് അടിച്ചിട്ടില്ല. ഇല്ല അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിലല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ഹുർമാത്ത്, അവൻ പവിത്രമാക്കിയ കാര്യങ്ങൾ ലംഘിക്കപ്പെട്ടാലല്ലാതെ നബി പ്രതിക്രിയ ചെയ്യാറുണ്ടായിരുന്നില്ല. നബിയുടെ സ്വന്തം നഫ്സിന് വേണ്ടി, നബിയുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ആരോടും പ്രതിക്രിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നില്ല എന്നാണ്. അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകൾ അതുപോലെ അടിച്ചുകൊണ്ടുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണോ, അത് മുബർരിഹായ ശിക്ഷയാകരുത്, അതുപോലെ മുഹീനായ ശിക്ഷയാകരുത് എന്നാണ്. അത് പരിക്ക് പറ്റുന്നതോ അപമാനിക്കുന്നതോ ആയ ശിക്ഷയാകരുത് എന്നാണ്. ഖാമത്ത് വിളിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു അലം. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദ്.